ഹൈദരാബാദ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണം, അതും ബഡ്ജറ്റിൽ. കൺഫ്യൂസ്ഡ് ആണോ? ട്രാവൽ ഏജൻസിയോട് സെൽഫായിട്ട് പ്ലാൻ ചെയ്യണോ? ഒരു ഏജൻസി ഇല്ലാതെ ഞങ്ങൾ 4 ദിവസം ഹൈദരാബാദിൽ കറങ്ങി. അതാണ് ഈ വീഡിയോ. എല്ലാ മെയിൻ സ്പോട്ടും കവർ ചെയ്തുകൊണ്ട്, അതും വിത്തിൻ ബഡ്ജറ്റ്. വെൽക്കം ടു ഹൈദരാബാദ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഹൈദരാബാദ് എത്തി. അവിടെ നിന്ന് നേരെ ഊബറിന് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക്. ഞങ്ങൾ സ്റ്റേ എടുത്തത് ബഷീർ ബാഗിലാണ്. ബഷീർ ബാഗിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെയിൻ പോയിൻറ്റ്സും നിയർ ബൈ ആണ്. കൂടാതെ ബഡ്ജറ്റിൽ നമുക്കൊരു സ്റ്റേയും കിട്ടും. ഞങ്ങൾ റെഡി ആവുന്നപ്പോഴേക്കും ഉച്ചയായി. ഡയറക്റ്റ് ഞങ്ങൾ ബാവർച്ചി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തു. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നമ്മൾ ഇതുവരെ കഴിച്ച് പരിചയമില്ലാത്തൊരു ഫ്ലേവറാണ് ഇതിന്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബിരിയാണി. പിന്നീട് അവിടെ നിന്ന് ഊബർ ഓട്ടോയ്ക്ക് നേരെ ബിർള മന്ദിറിലേക്ക്. ബിർള മന്ദിറിൽ ഫോണോ ക്യാമറയോ ഒന്നും തന്നെ അലൗഡ് അല്ല. ക്ലോക്ക് റൂം അവൈലബിൾ ആണ്, നമുക്കവിടെ കീപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അകത്തുനിന്നുള്ള ഫോട്ടോസോ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള സിറ്റി വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നീട് നേരെ ലുംബിനി പാർക്കിലേക്ക് വേണം ഓട്ടോയ്ക്ക് പോകുമായിരുന്നു, പക്ഷേ നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ലുംബിനി പാർക്കിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്തൂപം കണ്ടു. ഇതാണ് തെലങ്കാന മാർട്ടിസ് മെമ്മോറിയൽ. തെലങ്കാന സ്റ്റേറ്റ് ഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ ലുംബിനി പാർക്കിൻ്റെ അകത്തു നിന്നാണ് ബുദ്ധ ഭവനിലേക്കുള്ള ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 രൂപയാണ് ടിക്കറ്റ്. കഴിയുന്നത് ഈവനിങ്ങിൽ എത്താൻ വേണ്ടി നോക്കുക. അങ്ങനെയാണ് നമുക്ക് സൺസെറ്റും നൈറ്റിലുള്ള ഈ ഒരു വ്യൂവും കാണാൻ പറ്റും. ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ച് നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് തെലങ്കാന പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ നൈറ്റിലുള്ള ഈ വ്യൂ കാണാൻ പറ്റും. ലുംബിനി പാർക്കിൻ്റെ അകത്തൊരു ലേസർ ഷോ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ടിക്കറ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെണ്ടാണ്. ഞങ്ങളും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഒരു വാട്ടർ കട്ടണിലേക്കാണ് ലേസർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എല്ലാ ഹിസ്റ്റോറിയും ഡാറ്റ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റിൽ ഈ ഒരു വ്യൂ ആണ് മാർട്ടിസ് മെമ്മോറിയൽ. സിറ്റി മൊത്തത്തിൽ റിഫ്ലക്റ്റ് ആണ്. അവിടെ നേരെ ഫേമസ് കാഫേ ബഹർ. അവിടുത്തെ ബഹറി ചിക്കനും ബട്ടർ നാനും ഓർഡർ ചെയ്തു. നമ്മളിതൊരു കഴിച്ച് പരിചയമില്ലാത്തൊരു ഫ്ലേവറായിരുന്നു ഈ ചിക്കനും. കൂടാതെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡബിൾ കാ മീറ്റ് നല്ല ഡെസേർട്ട് ഓർഡർ ചെയ്തു. നല്ല ചൂടോടാണ് ഇത് സെർവ് ചെയ്യുന്നത്. കൊള്ളായിരുന്നു. നല്ലൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഡേ 1 ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു.